സുഹൃത്തുക്കളെ നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗണിത അധ്യാപകൻ്റെ 4 പുസ്തകങ്ങൾ, മലയാളത്തിലുള്ള 4 ഗണിത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അത് മിനിഞ്ഞാന്ന് അത് ഫാറൂഖ് ട്രെയിനിങ് കോളേജിൽ വെച്ച് റിലീസ് ചെയ്തു. എന്തായാലും അത് തിരൂർക്കാട് വെച്ചിട്ട് നാളെ വിനോദ ഗണിത കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലക്കായിട്ട് മലപ്പുറത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രകാശനം ചെയ്യുന്നുണ്ട്. അന്നത്തേക്ക് ഭാഗ്യത്തിന് ബാലകൃഷ്ണ മാഷും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ഞാനും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് പുസ്തകം. അക്കങ്ങളും സംഖ്യകളും എന്നതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. എന്താണ് ഇത് ഇങ്ങനെ ശരിക്ക് അതിലെ ഈ കൗതുക ഗണിത പരമ്പര 1 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആദ്യത്തെ പുസ്തകം. ഈ പുസ്തകത്തിലെ ഗണിതശാസ്ത്ര വികാസത്തിൻ്റെ അടിപ്പടവുകൾ ബൗദ്ധായന, പൈതഗോറസ്, യൂക്ലിഡ്, ഹെറോൺ, ഫെബിനോച്ചി ഇങ്ങനെയുള്ള ഗണിതശാസ്ത്രത്തിൻ്റെ മഹാരഥന്മാരെ പരിചയപ്പെടുത്തുന്നതാണ്. ആ പുസ്തകത്തിലെ പ്രസാധകക്കുറിപ്പ് ഫാറൂഖ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് സലീം ആണ് നിർവഹിച്ചിട്ടുള്ളത്. അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ അമ്പാട്ട് വിജയകുമാറാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഗണിത വകുപ്പിൻ്റെ തലവനായിരുന്ന അദ്ദേഹമാണ്. പിന്നെ പുസ്തകത്തെക്കുറിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഒന്ന് എഴുതിയിട്ടുണ്ട്. അതിനു പുറമെ പ്രസിദ്ധീകരണ സമിതിയുടെ വക ഗണിതശാസ്ത്ര ബോധനത്തിൻ്റെ അപകോളനീകരണം, കാലഘട്ടം, തിരുത്തപ്പെടേണ്ട ചില വസ്തുതകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം കൂടി ഉണ്ട്. അതിന് ശേഷം ഉള്ളടക്കം യൂക്ലിഡും ജ്യാമിതിയും, യൂക്ലിഡിൻ്റെ 5ാം പ്രമാണം ചരിത്രത്തിൽ, ഫിബൊനാച്ചി ശ്രേണിയും സംഖ്യകളും, ഫിബൊനാച്ചി ശ്രേണിയുടെ സവിശേഷതകൾ, പൈത്തഗോറിയൻ ത്രയങ്ങൾ ഉണ്ടാക്കുന്ന വിധം, സംഖ്യകൾ എത്ര ത്രയങ്ങളിൽ, വർഗസംഖ്യകളുടെ ബന്ധങ്ങൾ, തുടർച്ചയായ സംഖ്യകളുടെ വർഗങ്ങൾ, തുടർ വർഗങ്ങൾ മാത്രമുള്ളവ, സംഖ്യകളുടെ 3ാം കൃതികൾ, ഹെറോണിയൻ ത്രികോണങ്ങൾ, ഇതാണ് അതിലെ ഉള്ളടക്കം. അപ്പോൾ അതിലെ 1ാമത്തെ പുസ്തകമാണത്. 2ാമത്തെ പുസ്തകം സംഖ്യകളും അക്കങ്ങളും നൂറ്റാണ്ടുകളിലൂടെ എന്ന്. അതിലെ ഈ പറഞ്ഞ പോലെ പ്രസാധകക്കുറിപ്പും അവതാരികയും അതേപോലെ തന്നെ പുസ്തകത്തെക്കുറിച്ചുള്ളതും പിന്നെ ഗണിതശാസ്ത്ര ബോധനത്തിൻ്റെ അപകോളനീകരണം, കാലഘട്ടം, തിരുത്തപ്പെടേണ്ട വസ്തുതകൾ അതും കഴിഞ്ഞ് പിന്നെ അതിൽ ചർച്ച ചെയ്യുന്നത് സംഖ്യകളും അക്കങ്ങളും, ദശാധാരം അല്ലാത്ത അക്കങ്ങൾ, ഹരണപരിശോധനയും അക്കങ്ങളും, തൂക്കക്കട്ടികളുടെ പ്രശ്നം,
രണ്ട് തട്ടിലും തൂക്കക്കട്ടികൾ, വിചിത്രമായ ഒരു ഗുണന രീതി, ഭിന്നസംഖ്യകളും അക്കങ്ങളും, തുടർച്ചയായ ഒന്നുകൾ, വർഗസംഖ്യകളും അക്കങ്ങളും, നാലക്ക സംഖ്യകളുടെ ഒരു പ്രശ്നം, അക്കങ്ങളുടെ കൃതികളും തുകകളും, എല്ലാ അക്കങ്ങളും ഉള്ള സംഖ്യകൾ, കൗതുക ചോദ്യങ്ങൾ. ഇങ്ങനെ 13 അധ്യായങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിലെ മൂന്നാമത്തെ പുസ്തകം സംഖ്യാ കൗതുകം. ഇത് തലതിരിഞ്ഞാണ് വരുന്നത്. ഐ എം സോറി, എനിക്കത് കഴിയണുള്ളൂ. അതിലും ഈ പ്രസാധകക്കുറിപ്പ് മുതൽ ഗണിതശാസ്ത്ര ബോധനത്തിൻ്റെ അപകോളനീകരണം എന്നതുവരെയുള്ളത് ഒരേപോലുള്ള തന്നെ. പിന്നെ ഇതിൻ്റെ ഉള്ളടക്കം സംഖ്യകൾ, വിശേഷങ്ങൾ, സംഖ്യകൾ പലവിധം, ത്രികോണ സംഖ്യ കൗതുകം, ത്രികോണ സംഖ്യ സവിശേഷതകൾ, ത്രികോണ സംഖ്യകളെ എങ്ങനെ കണ്ടെത്താം, 4 വർഗസംഖ്യകൾ, ഒറ്റ സംഖ്യകളുടെ വർഗങ്ങൾ, 5 സംഖ്യകളുടെ ഘടകങ്ങൾ, നിശ്ചിത എണ്ണം ഘടകങ്ങളുള്ള സംഖ്യകൾ, ഘടകങ്ങളുടെ തുക, ചെറിയ ഘടകങ്ങളുടെ തുക, തുകയുടെ ആവർത്തന ക്രിയ, സംഖ്യാ സുഹൃത്തുക്കൾ, അഭാജ്യ സംഖ്യകൾ, മെർസൻ അഭാജ്യ സംഖ്യകൾ, തെളിയിക്കപ്പെടാത്ത നിഗമനങ്ങൾ, സംഖ്യ കണ്ടെത്താമോ, കൗതുക ചോദ്യങ്ങൾ. ഇങ്ങനെ 8 ചാപ്റ്ററായിട്ടാണുള്ളത്. അതിൽ ഓരോ ഇതിലും ആമുഖമായിട്ടുള്ളതൊക്കെ ഒന്ന് തന്നെയാണ്. ആദ്യമായിട്ട് പ്രസാധകക്കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നു. മാത്രമല്ല, ഗണിതത്തിൽ താല്പര്യമുള്ളവർക്ക്, ഗണിതം ഇഷ്ടപ്പെടുന്നവർക്കും, ഗണിതം ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്നവർക്കും, പ്രത്യേകിച്ച് അങ്ങനെയുള്ള മാതാപിതാക്കൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന, മൈൻഡ് ബ്ലോയിങ് ആയ, അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ കണക്കിനോട് താല്പര്യം ഉണ്ടാകുന്ന പുസ്തകങ്ങളാണ്. 4ാമത്തെ പുസ്തകം ഇന്ന് വൈകുന്നേരം അടിച്ചു കിട്ടുള്ളൂ. അത് മാജിക് സ്ക്വയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെ കൂട്ടിയാലും ഒരേ സംഖ്യ കിട്ടുന്ന സ്ക്വയർ. അത് 9 കള്ളി മുതൽ 16, പിന്നെ അങ്ങനെ സ്ക്വയറുകളായിട്ടുള്ള കള്ളികളായിട്ടുള്ള എത്ര വലിയതും ചെയ്യാൻ കഴിയുന്ന അതൊക്കെ അതിൽ എങ്ങനെ ചെയ്യും എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അത് വളരെ രസകരമായ ഒരു ഇതാണ്. അതായത് ജാലചതുരങ്ങൾ എന്നാണ് അതിന് പേരിട്ടുള്ളത്. അത് കയ്യിൽ കിട്ടിയിട്ടില്ല, നാളേക്ക് കിട്ടുമെന്ന് വിചാരിക്കണം. അത് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്രയും പുസ്തകങ്ങളാണ്. അപ്പോൾ അതിൽ പ്രസാധകക്കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. നിയതമായ ഈ പ്രസാധകക്കുറിപ്പ് ഈ ഫാറൂഖ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ടി മുഹമ്മദ് സലീം എഴുതിയതാണ്. അത് മാത്രമല്ല, അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെതാണ് പ്രസാധകക്കുറിപ്പ്. നിയതമായ അക്കാദമിക ഉള്ളടക്കത്തിനപ്പുറം ഗണിതശാസ്ത്രം മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതിയെ മാറ്റിമറിച്ച ഏറെ പ്രിയങ്കരനായ ഒരു അധ്യാപകൻ്റെ ജ്ഞാനവും അനുഭവവുമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ഇത് കേവലമായൊരു പാഠപുസ്തകമോ ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ സമാഹാരമോ അല്ല. പകരം തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെ ഗണിത പഠനം കാണാനുള്ള ഒരു ശ്രമമാണ്. ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമല്ല,
ആ വിഷയത്തിൽ വൈദഗ്ധ്യം നേടാനും ജിജ്ഞാസയും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാനും ഈ പുസ്തകം നമ്മെ സഹായിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ സമർപ്പിതമായ പ്രവർത്തനമാണ് അസാധാരണമായ ഈ പുസ്തകം പുറത്തിറക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഈ പുസ്തകത്തിന് പിന്നിൽ അതിൻ്റെ രചയിതാവായ തെക്കേപ്പാട്ട് ബാലകൃഷ്ണൻ സാറിനോടൊപ്പം ഒരു ടീമിൻ്റെ അപാരമായ പിന്തുണയും സഹകരണവും കൂടിയുണ്ട്. തങ്ങളെ പഠിപ്പിച്ച അധ്യാപകൻ അന്ന് ക്ലാസ് മുറിയിൽ അവതരിപ്പിച്ച നൂതനമായ പല ആശയങ്ങളും കാലാതിവർത്തിയായി നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവ പൊതുസമൂഹത്തിൽ എത്തേണ്ടതുണ്ട് എന്ന് തീവ്രമായി ആഗ്രഹിച്ച ഒരു പറ്റം ശിഷ്യരായിരുന്നു ആ കൂട്ടം. വിജ്ഞാന വ്യാപനം മാത്രം ലക്ഷ്യം വെച്ചുള്ള അവരുടെ അഭിനിവേശത്തിന് കൂടെ നിൽക്കുക മാത്രമാണ് ഫാറൂഖ് ട്രെയിനിങ് കോളേജും അതിൻ്റെ പ്രസാധക വിഭാഗവും ചെയ്തത്. ബാലകൃഷ്ണൻ സാർ സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ഒരു മാതൃകാ ഗണിതാധ്യാപകനാണ്. ഗണിത വിദ്യാഭ്യാസത്തിൽ, പ്രത്യേകിച്ച് അധ്യാപക പരിശീലനത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ്. ഫാറൂഖ് ട്രെയിനിങ് കോളേജിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് നിലനിന്നിരുന്ന പല രീതികളിൽ നിന്നും വ്യത്യസ്തമായ, സ്വതന്ത്രമായി തന്നെ അന്വേഷണത്തിലൂടെയും കണ്ടെത്തലിലൂടെയും ഉരുത്തിരിഞ്ഞു വന്ന അധ്യാപന രീതികളായിരുന്നു അദ്ദേഹം വീക്ഷിച്ചിരുന്നത്. ഗണിതശാസ്ത്ര ആശയങ്ങൾ പര്യവേഷണം ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അദ്ദേഹം ക്ലാസ് മുറിയിൽ ഒരുക്കിയിരുന്നത്. വിദ്യാർത്ഥികളെ അവരുടെ ബൗദ്ധിക ജിജ്ഞാസകളെ പിന്തുടരാൻ അനുവദിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ പഠനം നടക്കുന്നത് എന്ന മനഃശാസ്ത്ര തത്വത്തിൽ വേരൂന്നിയതാണ് അദ്ദേഹത്തിൻ്റെ പെഡഗോഗിക്കൽ സമീപനം. ഇന്ത്യയിലും വിദേശത്തുമുള്ള തൻ്റെ മഹത്തായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിന്ന് ബാലകൃഷ്ണൻ സാർ നേടിയ ജ്ഞാനം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൃത്യവും സമഗ്രവുമായ ഒരു വഴികാട്ടിയാവുമെന്ന തരത്തിൽ അവതരിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൽ. കേവലമായ അറിവിൻ്റെ കൈമാറ്റമല്ല ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. ഗണിതശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുണ്ടാക്കാനും ആ വിഷയത്തെ പിന്തുടരാനും വായനക്കാരെ പ്രചോദിപ്പിക്കാൻ ഈ പുസ്തകം ശ്രമിക്കുന്നുണ്ട്. ഗണിത വിഷയം പഠിക്കാൻ ആത്മവിശ്വാസം വളർത്തുകയും സ്വതന്ത്ര ചിന്താഗതി വളർത്തുകയും ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത്. നൂതനവും കാലാതീതവുമായ അധ്യാപനത്തിനും പഠനത്തിനും ഒരു മാതൃക പ്രദാനം ചെയ്യുന്ന ഈ കൃതി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു അമൂല്യമായ വിഭവമായി വർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കേവലമായ ബൗദ്ധിക വളർച്ചക്കതീതമായി ഉത്തരവാദിത്തമുള്ള, ആത്മവിശ്വാസമുള്ള പൗരത്വ വികസനം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാവണം അധ്യാപക വിദ്യാഭ്യാസം എന്നാണ് ഫാറൂഖ് ട്രെയിനിങ് കോളേജ് മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാട്. ഈ ഒരു കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുന്ന ഒരു കൃതി എന്ന നിലയിൽ അതീവ സന്തോഷത്തോടെ അഭിമാന പുരസ്സരം ഈ പുസ്തകം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. തീർച്ചയായും ഇത് മലയാള സമൂഹം ഏറ്റെടുക്കുമെന്ന് പ്രത്യാശിക്കുന്നു. 6 പതിറ്റാണ്ടിൻ്റെ മഹിതമായ പാരമ്പര്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഫറൂഖാബാദിലെ ഈ കലാലയത്തിലെ പൂർവാധ്യാപകൻ തെക്കേപ്പാട്ട് ബാലകൃഷ്ണൻ എന്ന ഗണിതശാസ്ത്ര പണ്ഡിതൻ്റെ ആശയങ്ങളെ ഗ്രന്ഥരൂപത്തിൽ സമാഹരിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യവും അഭിമാനവുമാണ് ഞങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസാധകക്കുറിപ്പ്. അടുത്തതായി അവതാരിക കൊച്ചി സർവകലാശാലയിലെ എമിറേറ്റസ് പ്രൊഫസർ ഡോക്ടർ അമ്പാട്ട് വിജയകുമാറാണ് ചെയ്തത്. അത് ഞാൻ വായിക്കാം. ഇത് വളരെ
ശ്രദ്ധേയമായതും സൂചനകൾ നൽകുന്നതുമായ ഒരു അവതാരികയാണ്. ഗണിതം ശരിയായി മനസ്സിലാക്കിയാൽ അതിൽ സത്യം മാത്രമല്ല സൗന്ദര്യവും കൂടി ഉണ്ടെന്നും അത് കലയുടെ സമൂർത്തമായ ഭാവമാണെന്നും പ്രശസ്ത ഗണിത തത്വചിന്തകനും നൊബേൽ സമ്മാന ജേതാവുമായ ബർട്രാൻഡ് റസ്സൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശുദ്ധഗണിതം യുക്തിപൂർവമായ ആശയങ്ങളുടെ കവിതയാണെന്ന് മറ്റൊരു നൊബേൽ സമ്മാന ജേതാവും 20-ാം നൂറ്റാണ്ടിൻ്റെ തലവര തന്നെ മാറ്റിയെഴുതിയ ശാസ്ത്രപ്രതിഭയും പ്രസിദ്ധമായ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവുമായ ആൽബർട്ട് ഐൻസ്റ്റീനും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശ്രീ തെക്കേപ്പാട്ട് ബാലകൃഷ്ണൻ്റെ ഈ പുസ്തകങ്ങളിൽ ഒന്ന് അക്കങ്ങളും സംഖ്യകളും ഗണിതശാസ്ത്ര വികാസത്തിൻ്റെ അടിപ്പടവുകൾ, 2 സംഖ്യകളും അക്കങ്ങളും നൂറ്റാണ്ടുകളിലൂടെ, 3 സംഖ്യാകൗതുകം എന്നീ പ്രമേയങ്ങളും, 4 ജാലചതുരങ്ങൾ മാജിക് സ്ക്വയേഴ്സ് വിശദമായി വിവരിക്കുന്നുണ്ട്. ജാമിതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ഗ്രീക്ക് ഗണിതജ്ഞൻ യൂക്ലിഡ് 365-265 BC പുരാതന ഭാരതീയ ഗ്രന്ഥമായ സുൽഭസൂത്രങ്ങൾ, പ്രകൃതിയിലെ രസകരമായ ഗണിത ശ്രേണിയായ ഫിബൊനാച്ചി ശ്രേണികൾ, പൈതഗോറിയൻ ത്രയങ്ങൾ എന്നിവ പുസ്തക പരമ്പരയിലെ 1-ാമത്തെ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നു. ദൈവം പൂർണ്ണസംഖ്യകൾ ഉണ്ടാക്കി, മറ്റുള്ളവയെല്ലാം മനുഷ്യനിർമ്മിതമാണ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ ലിയോപോൾഡ് ക്രോണക്കറുടെ വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. 2-ാമത്തെ പുസ്തകത്തിൽ ദശാധാരം അല്ലാത്ത സംഖ്യകളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വിജ്ഞാനപ്രദമായി. സാധാരണയായി ഇത്തരം പുസ്തകങ്ങളിൽ കാണാത്ത ഒരു പ്രമേയമാണിത്. അതിൽ 1729 എന്ന രാമാനുജൻ ഹാഡി സംഖ്യയുടെയും 6174 എന്ന കാപ്രേക്കർ സ്ഥിരം സംഖ്യയുടെയും പ്രത്യേകതകൾ വിശദീകരിക്കുന്നുണ്ട്. 1350 മുതൽ 1650 AD വരെ കാലഘട്ടം ഭാരതീയ ഗണിതശാസ്ത്രത്തിൻ്റെ സുവർണ കാലഘട്ടമാണെന്ന് ഗണിതശാസ്ത്ര ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അക്കാലത്ത് കേരളത്തിൽ നിളാഗണിതം എന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരു ഗുരുശിഷ്യ പരമ്പര, കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു. സർ ഐസക് ന്യൂട്ടൻ്റെ നോക്കണം, 1643 മുതൽ 1727 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അതിനു മുമ്പാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. 1350 മുതൽ 1650 വരെയാണ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ കാലഘട്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഐസക് ന്യൂട്ടൻ ജനിക്കുന്നത്. ൻ്റെ പേരിൽ അറിയപ്പെടുന്ന കലന സിദ്ധാന്തം കാൽക്കുലസ് ഈ ഗുരുശിഷ്യ പരമ്പരയുടെ തലവനായിരുന്ന സംഗമഗ്രാമ മാധവനു അർഹതപ്പെട്ടതാണെന്ന് പാശ്ചാത്യ ഗണിതശാസ്ത്ര ചരിത്രകാരന്മാർ പോലും ഇന്ന് സമ്മതിക്കുന്നു. ആധുനിക നിഗൂഢ സന്ദേശശാസ്ത്ര ക്രിപ്റ്റോഗ്രഫി ശാസ്ത്രത്തിൻ്റെ പുരാതന രൂപമെന്ന് അറിയപ്പെടുന്ന കടപയാതി സമ്പ്രദായത്തെക്കുറിച്ച് സംഖ്യകൾക്കു പകരം അക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന രഹസ്യരീതി പുസ്തക പരമ്പരയിലെ 3-ാമത്തെ പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു പ്രഹേളികയായി തുടരുന്ന അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് 3-ാമത്തെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ സംഖ്യകൾ ഒരു അനന്തഗണം ആണെന്ന് പ്രാചീന ഗണിതജ്ഞർ തെളിയിച്ചിരുന്നു. പക്ഷേ അവയുടെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഇപ്പോഴും കാര്യമായ അറിവില്ല.
ജാലചതുരത്തെക്കുറിച്ച് വിശദമായി 4-ാമത്തെ പുസ്തകത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വിസ് ഗണിതജ്ഞനായിരുന്ന ലിയനാർഡ് യൂളർ, ശ്രീനിവാസ രാമാനുജൻ എന്നിവരുടെ പേരിലുള്ള ജാലചതുരങ്ങൾ, രാമാനുജൻ്റെ പിറന്നാൾ ജാലചതുരം, അവിഭാജ്യ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ചതുരങ്ങൾ എന്നിവയും അവതരിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ 4 പുസ്തകങ്ങളിലൂടെ സംഖ്യകളുടെ മാസ്മര ലോകത്തേക്ക് ഗ്രന്ഥകർത്താവ് ശ്രീ തെക്കേപ്പാട്ട് ബാലകൃഷ്ണൻ നമ്മെ കൊണ്ടുപോകുന്നു. 85 വയസ്സിൻ്റെ നിറവിലും ഒരു ചെറുപ്പക്കാരൻ്റെ ഊർജ്ജസ്വലതയോടെയാണ് രചനയും ശൈലി. വിഷയങ്ങളിലെ ആധികാരികത, വൈവിധ്യം, സ്വതസിദ്ധമായ ശൈലി എന്നിവയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. മലയാള ഭാഷയിലുള്ള ഗണിതശാസ്ത്ര പുസ്തകങ്ങളിൽ ഇവ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റും വലിയൊരു മുതൽക്കൂട്ടാണ് ആണ് അദ്ദേഹത്തിൻ്റെ 26/8/24 എഴുതിയത്. പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് ഇതെങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചിട്ടും ഞാൻ അതിൽ വളരെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച നിലക്ക് ഞാൻ ഒരു പുസ്തകത്തെക്കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. ഗണിതം എന്ന സാധാരണ വിഷയത്തിൽ അസാധാരണമായ പഠന അധ്യാപന രീതികളിലൂടെ സഞ്ചരിച്ച ഒരധ്യാപകൻ്റെ അമൂല്യമായ വിജ്ഞാനമാണ് ലളിതമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പുസ്തക പ്രസിദ്ധീകരണ ക്രിയ എന്ന ദൗത്യത്തിൽ സഹായിച്ചവരുടെയും സഹകരിച്ചവരുടെയും വൈപുല്യം കണക്കിലെടുത്താൽ ഇത് അസാധാരണമായ ഒരു പുസ്തകനിരയാണ്. ഗ്രന്ഥകർത്താവിനോടൊപ്പമുള്ള ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ അവസാന പേജിൽ കൊടുത്തിട്ടുണ്ട്. തെക്കേപ്പാട്ട് ബാലകൃഷ്ണൻ എന്ന ഗണിതശാസ്ത്ര അധ്യാപകൻ തൻ്റെ ശിഷ്യരുടെ എല്ലാം പ്രിയപ്പെട്ട ഗുരുനാഥനായിരുന്നു. ഫാറൂഖ് ട്രെയിനിങ് കോളേജിലെ അധ്യാപന കാലത്ത് സൗമ്യമായും വിദഗ്ധമായും അധ്യാപക വിദ്യാർത്ഥികളെ എങ്ങനെ സങ്കീർണമായ ഗണിതാശയാധ്യാപനം സ്വാംശീകരിക്കാമെന്ന് സ്വതസിദ്ധമായ തൻ്റെ മൗലിക ശൈലിയിലൂടെ ബോധ്യപ്പെടുത്തി തന്ന് സ്നേഹാദരങ്ങൾ കവർന്ന മഹനീയ ഗുരുഭൂതരാണ് അദ്ദേഹം. പഠനം എന്നത് ബാഹ്യമായ സമ്മർദ്ദങ്ങളും ഭീഷണികളും പ്രലോഭനങ്ങളും ഇടപെടലുകളും ഇല്ലാതെ പഠിതാവിൻ്റെ ചോദനയാൽ സ്വായത്തമാക്കേണ്ട ഒന്നാണ് എന്ന മനഃശാസ്ത്ര തത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതി. ഇത് ഗണിതാധ്യാപനത്തെ പറ്റി വ്യത്യസ്തവും സൂക്ഷ്മവും ശരിയുമായ ഒരു ധാരണ വികസിപ്പിച്ചെടുക്കാൻ ശിഷ്യരെ സഹായിച്ചിട്ടുണ്ട്. ദേശത്തും വിദേശത്തുമായി കഴിഞ്ഞ തൻ്റെ സുസ്ഥിരമായ ഔദ്യോഗിക ജീവിതത്തിനു ശേഷം 2005 അദ്ദേഹം ഗണിതശാസ്ത്ര ഗ്രന്ഥരചനയിലേക്ക് കടന്നത്. ഈ അവസരത്തിൽ ലേഖകൻ അദ്ദേഹത്തെ നിരവധി തവണ സന്ദർശിക്കുകയുണ്ടായി. ഈ സന്ദർഭങ്ങളിൽ നിന്നാണ് ഈ പുസ്തകങ്ങളുടെ ആശയപരമായ തുടക്കം. രണ്ടുപേർക്കും ഏറെ താല്പര്യമുള്ള വിഷയമായ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചും ഗണിതബോധന രീതികളെക്കുറിച്ചും ഈ സന്ദർഭങ്ങളിൽ നടന്ന ചർച്ചയാണ് ഈ പുസ്തകത്തിൻ്റെ പിറവിയിലേക്ക് നയിച്ചത്. മറ്റു വിഷയങ്ങളെപ്പോലെ മൂർത്തമായ ഒരു വിഷയമല്ല ഗണിതശാസ്ത്രം. അത് അമൂർത്തമായ ആശയങ്ങളുടെ സംഘാതവും പഠനവും ആണ്. മൂർത്തമായവയുടെ അമൂർത്തമായ അളവും ആപേക്ഷിക ഗുണങ്ങളും നിലവാരവും ആണ് ഗണിതശാസ്ത്ര പഠന വിഷയം. ഇത്തരത്തിലുള്ള പലതരം സങ്കീർണതകൾ കൊണ്ടാണ് കുട്ടികൾ ഗണിത വിഷയങ്ങളിൽ നിന്നും അകന്നു പോകുന്നത്. ലളിതമായി ഗണിത തത്വങ്ങൾ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് നന്നാവും എന്ന ചിന്ത ഉടലെടുത്തത് ഇവിടെയാണ്. ഒരു വ്യക്തി ജനിച്ച് പിച്ച വെച്ച് വളർന്ന് മാതാവിൻ്റെ ആത്മീയതയോടൊപ്പം സ്വാംശീകരിച്ച മാതൃഭാഷയിൽ അഥവാ വ്യക്തി ജീവിക്കുന്ന ഭാഷയിൽ ആണ് വ്യക്തിക്ക് ആശയ സ്വാംശീകരണ ശേഷി, സർഗാത്മക ശേഷി, വിമർശനശേഷി, ബദലുൽപാദന ശേഷി
തുടങ്ങിയവ പാരമ്യ നിലവാരത്തിൽ സാധ്യമാകുന്നത്. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും സ്വപ്നങ്ങൾ കാണാനും പുതുതായി പലതും സർഗാത്മകമായിട്ട് നിർമ്മിക്കാനും ഒക്കെ ഏറ്റവും ഉപകാരപ്പെടുക നമ്മുടെ മാതൃഭാഷയാണ്. മാതൃഭാഷ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭാഷ എന്നല്ല അർത്ഥം. ജനിച്ച് ജീവിക്കുന്ന ആ ഭാഷയാണ്. ആ ഭാഷയിലാണ് ഗണിതം പ്രത്യേകിച്ചും പഠിക്കേണ്ടത്. മറ്റെന്തും നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ പഠിച്ചു. ഗണിതത്തിൽ നിങ്ങൾക്ക് വല്ല പ്രാഗൽഭ്യവും അല്ല നിങ്ങളുടേതായ സൃഷ്ടിപ്പും അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടിച്ചേർക്കൽ നടക്കണമെങ്കിൽ അത് മാതൃഭാഷയിൽ തന്നെ പറ്റുള്ളൂ എന്ന ഒരു തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമുക്ക് ഇന്ന് തീരെ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ കണക്കിൽ ഏറ്റവും പിന്നിലുമാണ്. ഗണിതശാസ്ത്രം പോലുള്ള അമൂർത്തവും പലപ്പോഴും ഭൗതികേതരവും ആശയാധിഷ്ഠിതവുമായ വിഷയങ്ങൾ സ്വയം സ്വാംശീകരിക്കാൻ എത്ര ബുദ്ധിശാലിയായ വ്യക്തിക്കും മാതൃഭാഷയാണ് ഉത്തമം. കിൻഡർഗാർട്ടൻ മുതൽ ഗവേഷണ തലം വരെ, അതായത് അംഗൻവാടി LKG മുതൽ സർവകലാശാലയിലെ PhD വരെ ഏതൊരു വ്യക്തിക്കും വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവൻ മാധ്യമമായി നിലവിൽ മനുഷ്യൻ ആർജിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാനവും മാതൃഭാഷയിൽ ലഭ്യമാക്കുന്നത് ഏതൊരു പുരോഗമനകാംക്ഷയുള്ള സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും സ്വാഭാവികമായ വികാസത്തിന് ഉത്തമമാണ്. ഗണിതശാസ്ത്രത്തെക്കുറിച്ചും മാതൃഭാഷയെക്കുറിച്ചുമുള്ള ഇത്തരം ഒരു ചർച്ചയ്ക്കിടെയാണ് മലയാളത്തിൽ താൻ തയ്യാറാക്കിയ ഗണിതരചനകളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത്. ഗണിതത്തിൽ ഇത്തരം അടിസ്ഥാനപരവും ഗൗരവമാർന്നതുമായ ഗ്രന്ഥങ്ങളുടെ അഭാവം മാതൃഭാഷയിൽ ഉണ്ട് എന്നതിനാൽ ഈ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ അനുവാദം തരണമെന്ന് ലേഖകൻ അപേക്ഷിച്ചു. സന്തോഷത്തോടെ ഇതിനാവശ്യമായ സാമ്പത്തികം മുഴുവൻ ബാലകൃഷ്ണൻ മാഷ് തന്നെ വഹിക്കാമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. പ്രസിദ്ധീകരണത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ചു. മാത്രമല്ല മലയാള ഭാഷയ്ക്കു തൻ്റെ വകയായി പ്രസിദ്ധീകരണാവകാശം പോലും എല്ലാ മലയാളികൾക്കുമായിട്ട് സമർപ്പിക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആദ്യ 2 ഗ്രന്ഥങ്ങളുടെ കയ്യെഴുത്തു പ്രതികൾ ടൈപ്പ് ചെയ്ത് ഉടൻ പുസ്തകമാക്കാനുള്ള ശ്രമം അന്നു തന്നെ ആരംഭിച്ചു. ഗണിതം വിഷയമായ ഒരു പുസ്തകം ടൈപ്പ് ചെയ്യുന്നതിലെ സങ്കീർണതയും പ്രയാസവും ശരിക്കും ബോധ്യപ്പെട്ട കാലമായിരുന്നു പിന്നീട്. നിരവധിയിടങ്ങളിൽ നിരവധി പേർ ഈ പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ പ്രവർത്തിച്ചു. ലേഖകന് മുൻ പരിചയമുള്ള കോഴിക്കോട് സർവകലാശാല ക്യാമ്പസ്, കോഴിക്കോട് ലഭ്യമായ പ്രൊഫഷണലുകൾ, പ്രാദേശിക ടൈപ്പിസ്റ്റുകളും DTP വിദഗ്ധരും ഇങ്ങനെ പലരെയും സമീപിച്ചു. അവരെല്ലാം പരമാവധി ശ്രമിച്ചെങ്കിലും നിസ്സഹായത വ്യക്തമാക്കി. ഗണിത സമവാക്യങ്ങളും ചിഹ്നങ്ങളും കള്ളികളും നിറഞ്ഞ പുസ്തകത്തെ കമ്പ്യൂട്ടറിലാക്കുക എന്നത് പരിചിതരല്ലാത്തവർക്ക് പ്രയാസകരമാണല്ലോ. ഈ നിസ്സഹായതയിൽ പരിചയക്കാരായ പാലക്കാട്ടെ MR ഡിസൈൻസ് ആൻഡ് പ്രിൻറ്റിലെ ശ്രീ മധുവും ശ്രീമതി റീബയും സഹപ്രവർത്തകരുമാണ് തുണയായത്. പരമ്പരയിലെ ആദ്യ 2 പുസ്തകങ്ങളും തയ്യാറാക്കി തന്നത് അവരാണ്. അതിനവരെ എത്ര അഭിനന്ദിച്ചാലും അനുമോദിച്ചാലും മതിയാവില്ല. ക്ലേശകരമായ ഉദ്യമത്തിൻ്റെ ഇടയിലാണ് കോവിഡ് കാലം ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയത്. മനുഷ്യരെ തമ്മിൽ കാണാനാകാത്ത വിധം അകറ്റി നിർത്തിയ ആ മഹാമാരി പുസ്തകത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങളെ ഏറെക്കുറെ സ്തംഭിപ്പിച്ചു. ഈ ഗ്രന്ഥങ്ങളിൽ 2 കയ്യെഴുത്തു പ്രതികൾ ഞാൻ ഈ സമയത്ത് മാഷിനെ തിരിച്ചേൽപ്പിച്ചിരുന്നു. മാഷിൽ നിന്ന് ആ കയ്യെഴുത്തു പ്രതികൾ വീണ്ടെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടു. അതിനിടെ ഫാറൂഖ് ട്രെയിനിങ് കോളേജിൽ 2020 നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം പുസ്തക പ്രസിദ്ധീകരണത്തിന് പുതിയ മാനം നൽകി. പ്രിൻസിപ്പാൾ പ്രൊഫസർ
ടി മുഹമ്മദ് സലീം, ഗണിതശാസ്ത്രം വിഭാഗം പ്രൊഫസറായ ഡോക്ടർ വിജയകുമാരി, ഡോക്ടർ ഉമർ ഫാറൂഖ്, ഡോക്ടർ റിഷാദ് കോലോത്തുംതൊടി എന്നിവരോട് വിവരം പങ്കുവച്ചപ്പോൾ തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുകയും ട്രെയിനിങ് കോളേജിൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. അതനുസരിച്ച് മേൽപ്പറഞ്ഞവരോടൊപ്പം 2023 ജനുവരി 11 പുലാപ്പറ്റയിൽ ബാലകൃഷ്ണൻ മാസ്റ്ററെ സന്ദർശിച്ചു. സന്തോഷപൂർവ്വം മാസ്റ്റർ പ്രസിദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് അനുവാദം നൽകി. ആ സമയത്ത് ലഭ്യമായിരുന്ന കയ്യെഴുത്ത് പ്രതികളെല്ലാം തന്നെ ആദ്യാവസാനം തരംതിരിക്കാൻ കഴിയാത്ത വിധം കൂടിക്കലർന്നതായിരുന്നു. ആ പേപ്പറുകൾ കൃത്യമായി വേർതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. കോളേജിലെ ഡോക്ടർ വിജയകുമാരി ടീച്ചറും ഡോക്ടർ റിഷാദ് കോലോത്തുംതൊടിയും മറ്റു അധ്യാപക പരിശീലകരും 1974-75 ബാച്ചിലെ സഹപാഠികളും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് പെൻഷൻ പറ്റിയ ഗണിതാധ്യാപകരും ആയ പരേതനായ മുഹമ്മദ് മാസ്റ്റർ വടക്കാങ്ങര, ദേശീയ അവാർഡ് ജേതാവ്, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനും 9/7/2024 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹവും സർവശ്രീ KV മുഹമ്മദ് ഷാഫി കോട്ടക്കൽ, KMA റഹ്മാൻ എടവണ്ണ തുടങ്ങി അനേകം തൽപരരുടെയും സജീവ സഹായത്താൽ പുസ്തകത്തെ അവതരണയോഗ്യമാക്കാനുള്ള ദൗത്യം തുടർന്നു. ജാലചതുരങ്ങൾ എന്ന ഗ്രന്ഥം സെയിൽ ലില്ല എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ടൈപ്പ് ചെയ്തിരുന്നെങ്കിലും അദ്ദേഹം ജോലി ലഭിച്ചു പോയതിനാൽ ലഭ്യമായത് PDF ഫയൽ മാത്രമാണ്. അത് വീണ്ടെടുത്ത് എഡിറ്റ് ചെയ്യാനാകാത്തതിനാൽ തിരൂർക്കാട് കൈരളി വിനോദ കേന്ദ്രത്തിലെ പ്രവർത്തകരായ അനസ് ബാബുവും അനൂപും വീണ്ടും ടൈപ്പ് ചെയ്തു. സാങ്കേതിക മികവുള്ള കോഴിക്കോട് ഗീതാഞ്ജലി പ്രസ് മിനുക്കുപണി ജോലി പൂർത്തിയാക്കി. അത് മിനുക്കുപണിയല്ല, പിന്നെ രണ്ടാമതിന് ടൈപ്പ് ചെയ്യേണ്ടി വന്നു. അത് പൂർണ്ണമായിട്ടും ടൈപ്പ് ചെയ്തു. എന്തായാലും ഓരോ കുഞ്ഞിലും വ്യക്തിയിലും അന്തർലീനവും അനുഭവവും സഹജവും വൈവിധ്യപൂർണവുമായ ശേഷികളെയെല്ലാം സാമൂഹ്യ പുരോഗതിക്കായി പരിപോഷിപ്പിക്കലും പരിശീലിപ്പിക്കലുമാണല്ലോ പരിഷ്കൃത രാഷ്ട്ര വിദ്യാഭ്യാസ ലക്ഷ്യം. മാനസികവും ശാരീരികവുമായ കസർത്തുകൾക്കും അതുവഴി വികാസത്തിനും വ്യക്തി ജീവിക്കുന്ന ഭാഷ അമ്മിഞ്ഞയോടൊപ്പം മാതാവിൽ നിന്ന് ലഭ്യമായ മാതൃഭാഷ തന്നെ ഉത്തമം എന്നാണ് വിദഗ്ധമതം. അതിനാൽ ആധുനിക ലോകത്തെ ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക രംഗങ്ങളിലുണ്ടായ ഉദാത്ത കുതിപ്പിന് വിദ്യാഭ്യാസ പരിശീലന മാധ്യമമായി വ്യക്തി ജീവിക്കുന്ന ഭാഷ അഥവാ മാതൃഭാഷയാണ് അനുയോജ്യവും അനിവാര്യവും. ആരോഗ്യകരമായ വിദ്യാഭ്യാസത്തിനടിത്തറയായ മാതൃഭാഷയിൽ മലയാളത്തിൽ വിദ്യാഭ്യാസം സാധ്യമാകുന്നതിന് മാനവകുലം ഇന്നേ ആർജിച്ചെടുത്ത വിജ്ഞാന സമ്പത്തെല്ലാം ലഭ്യമാകേണ്ടതുണ്ട്. പുരോഗമന സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വവും കടമയുമാണത്. ഈ മഹത്തായ കർമ്മത്തിൽ തങ്ങളുടേതായ എളിയ പങ്ക് വഹിക്കുക എന്നതാണ് 4 പുസ്തകങ്ങളുടെയും പ്രസിദ്ധീകരണോദ്ദേശ്യം. ഇവയുടെ പകർപ്പവകാശവും പ്രസിദ്ധീകരണാവകാശവും മുഴുവൻ മലയാളികൾക്കുമായി സമർപ്പിക്കുന്നതിൽ ഗ്രന്ഥകർത്താവായ ബാലകൃഷ്ണൻ മാഷുക്കും സഹപ്രവർത്തകർക്കും സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. താൽക്കാലിക കാവൽക്കാരായി ഫാറൂഖ് ട്രെയിനിങ് കോളേജ് പ്രസിദ്ധീകരണ വിഭാഗത്തെ ഏൽപ്പിക്കുന്നു. അവരുടെ അനുവാദത്തോടെ ഈ പുസ്തകം ആർക്കും പ്രസിദ്ധീകരിക്കാം. ഇതോടൊപ്പം രസകരമായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. 4ാമത്തെ ജാലചതുരം ടൈപ്പ് ചെയ്ത വിനോദഗണിത കേന്ദ്ര പ്രവർത്തകർ ശ്രീ അനസ് ബാബു, ശ്രീ CRS കുട്ടി എന്നിവർക്ക് ആദ്യ നോട്ടത്തിൽ സങ്കീർണമായി തോന്നിയ ജാലചതുര നിർമ്മിതിയിൽ ഇതിനിടെ തന്നെ വൈദഗ്ധ്യം ആർജിക്കാൻ കഴിഞ്ഞു. പ്രസിദ്ധമായ രാമാനുജൻ്റെ ജനനത്തീയതിയുടെ ജാലചതുര നിർമ്മാണ രഹസ്യം പിടികിട്ടിയപ്പോൾ തങ്ങളുടെ ജനനത്തീയതി ജാലചതുരം സ്വയം നിർമ്മിക്കാൻ അവർ പ്രാവീണ്യം നേടിയത് കൂട്ടുകാരെ പഠിപ്പിച്ചു. ഗണിതശാസ്ത്രത്തെ ഭയപ്പെട്ടിരുന്ന
സുഹൃത്തുക്കൾക്ക് പോലും അത് അത്ഭുതമായി, വിസ്മയമായി. വിനോദഗണിത കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് പലർക്കും ആത്മവിശ്വാസം തരുന്ന വിനോദവും ആവേശവുമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ സ്വജനന തീയതി ജാലചതുരങ്ങൾ. അടുത്തതായി ഗണിതശാസ്ത്ര ബോധനത്തിൻ്റെ അപകോളനീകരണം, കാലഘട്ടം തിരുത്തപ്പെടേണ്ട ചില വസ്തുതകൾ. ഇത് പ്രസിദ്ധീകരണ സമിതിയുടെ ഒരു ലേഖനമാണ്. എല്ലാ ജീവികൾക്കും ജീവിക്കാൻ അതിൻ്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒരു ജീവിക്ക് അതിജീവനത്തിനായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ നമുക്ക് അറിവ് എന്ന് പറയാം. എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ അറിവ് പലതരത്തിലുണ്ട്. അതിജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ അറിവ് മാത്രമാണ്. വ്യക്തി എന്ന നിലയും സാമൂഹ്യ ജീവി എന്ന നിലയിലും മനുഷ്യന് നിലനിൽക്കാൻ വ്യത്യസ്തമായ അറിവുകൾ ആവശ്യമാണ്. അതിനു പുറമെ തൻ്റെ ചുറ്റുപാടുകളിലേക്ക് കൗതുകത്തോടെ നോക്കുന്ന മനുഷ്യൻ ഒരു ശാസ്ത്രജീവിയും അതോടൊപ്പം തന്നെ ഗണിതജീവിയും ആയി മാറും. ഇത്തരത്തിൽ മനുഷ്യൻ നിരന്തരമായി വ്യത്യസ്ത തരം അറിവുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയും അവ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളരെ പതിയെ നടന്നിരുന്ന ഈ മാറ്റം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കടന്നുവരവോടെ ദ്രുതഗതിയിലായതാണ് മാനവചരിതം. ഓരോ സെക്കൻഡിലും ലോകത്തെ മാറ്റിമറിക്കുന്ന അറിവുകളുടെ നിർമ്മാണവും വികാസവും വിതരണവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ വൈജ്ഞാനിക വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അറിവുകൾ എങ്ങനെയാണ് ലോകത്ത് പ്രവർത്തിച്ചിരുന്നത് എന്ന് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റു വിഷയങ്ങളെപ്പോലെ ഗണിതശാസ്ത്രം മൂർത്തമായ ആശയങ്ങളുടെയും വസ്തുക്കളുടെയും പഠനമല്ല, മറിച്ച് മൂർത്തമായ വസ്തുക്കളുടെ അമൂർത്തമായ എണ്ണവും ഗുണങ്ങളും അളവുകളും ആണ് അതിൻ്റെ പ്രതിപാദ്യം. അതിന് ഭൗതികമായ വ്യായാമത്തേക്കാൾ മാനസികമായ വ്യായാമമാണ് ആവശ്യം. അതിനാൽ തന്നെ അത്തരം വിഷയങ്ങളിൽ മാനസിക വ്യാപാരത്തിന് ഊന്നൽ നൽകേണ്ടത് അത്യാവശ്യമാണ്. ഭാരതത്തിൽ വൈവിധ്യമാർന്നതും തനതായതുമായ വൈജ്ഞാനിക നിർമ്മാണവും വികാസവും വിതരണവും നടന്നിരുന്നു. അതിൽ ഏറ്റവും വികസിച്ചതും മനുഷ്യകുലത്തിനാകെ പടർന്നതുമായ ഒരു വൈജ്ഞാനിക മേഖല ഗണിതമായിരുന്നു. ഭാരതത്തിൽ ഗണിതശാസ്ത്ര വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യം നിലനിന്നിരുന്നു എന്നും ഗണിതശാസ്ത്ര ബോധനവും വികാസവും കാര്യക്ഷമമായിരുന്നു എന്നുമാണ് ചരിത്ര വസ്തുതകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മാനവ ചരിത്രത്തിൽ ഏറ്റവും സാർത്ഥകവും പ്രായോഗികവുമായ കണ്ടുപിടുത്തമെന്ന് കരുതാവുന്ന സങ്കല്പത്തിലെ ഇല്ലായ്മയുടെ ചിഹ്നമായ പൂജ്യവും അതുപയോഗിച്ച് സ്ഥാനവിലകളിൽ അധിഷ്ഠിതമായ ദശാംശസംഖ്യാ ലേഖന സമ്പ്രദായവും പാശ്ചാത്യ ലോകത്ത് ന്യൂട്ടൺ കലന സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിനു മുമ്പ് അത് ആവിഷ്കരിച്ച ഇരിഞ്ഞാലക്കുടക്കടുത്തുള്ള സംഗമഗ്രാമ മാധവനും ഭാരതീയ ഗണിതശാസ്ത്ര വിജ്ഞാന പാരമ്പര്യത്തിൻ്റെ തെളിവുകളാണ്. ലോക ഗണിതശാസ്ത്ര ചരിത്രത്തെ തന്നെ അടയാളപ്പെടുത്തേണ്ട ഒന്നായിരുന്നു കലന സിദ്ധാന്തം. അത് എന്തുകൊണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായില്ല എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുക എങ്ങനെയാണ് അറിവിൻ്റെ മുകളിൽ അധികാരം പ്രവർത്തിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്കാണ്. ലോകത്ത് എല്ലാ സമൂഹങ്ങളും അറിവുൽപ്പാദിപ്പിക്കുന്നു. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് എല്ലാ അറിവുകളും പാശ്ചാത്യരുടെ പേരിൽ മാത്രം അറിയപ്പെടുന്നത്? ലോകഭൂപടത്തിൻ്റെ ഭൂരിഭാഗവും മനുഷ്യസമ്പത്തിൻ്റെ സിംഹഭാഗവും കവർന്ന് ഭരിച്ചിരുന്ന കോളനികളിൽ ജ്ഞാനവികാസ പ്രക്രിയ നടക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? കോളനികൾ സ്വന്തമായതിനു ശേഷം അതിൽ ഒരു മാറ്റവും നടക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. യൂറോപ്യൻ അധിനിവേശം വരുന്നതിനു മുമ്പ് ഭാരതത്തിൽ ഗണിതശാസ്ത്ര നിലവാരം
ഏറെ വികസിച്ചതായിരുന്നു. ഗണിതത്തിൽ അറിവ് നിർമ്മിക്കാനും വികസിപ്പിക്കാനും വിതരണം ചെയ്യാനും അനുഗുണമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യൂറോപ്യൻ പാശ്ചാത്യ ആധിപത്യത്തോടെ ഭാരതത്തിന് ആ പ്രാപ്തി നഷ്ടപ്പെടുന്നതാണ് കാണുന്നത്. വൈജ്ഞാനിക നിർമ്മാണത്തിനോ വികാസത്തിനോ ആയിരുന്നില്ല ബ്രിട്ടീഷ് ഭരണകൂടം പ്രാധാന്യം നൽകിയത്. പകരം തങ്ങളുടെ പ്രജകളുടെ പരിശീലനത്തിന് വേണ്ട അറിവിൻ്റെ കേവലമായ വിതരണത്തിലായിരുന്നു. അതിലൂടെ ഗണിതശാസ്ത്രത്തിൽ ഭാരതത്തിൽ ഉണ്ടായിരുന്ന പദവി ഇല്ലാതാവുകയും പാശ്ചാത്യ വിദ്യാഭ്യാസം സ്വീകരിക്കുന്ന ഒഴിഞ്ഞ പാത്രമായി നാം മാറുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം ഈ അവസ്ഥക്ക് മാറ്റം ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. ഇതിനായി ചെയ്യേണ്ടിയിരുന്നത് ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തെയും അതിൻ്റെ മുൻപുണ്ടായിരുന്ന ഭാരതത്തിൻ്റെ തനതായ വിദ്യാഭ്യാസത്തെയും പഠിച്ച് ആധുനിക മാനവനെ രൂപപ്പെടുത്താനാവശ്യമായ ജനാധിപത്യ പൗര സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനായി വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുകയായിരുന്നു. ചൈനയുടെ മാതൃക ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. ചൈനയിൽ ഗണിതബോധന രീതിയിൽ മാറ്റം വരുത്തി. കണ്ടുപിടിക്കൽ രീതി, ഡിസ്കവറി മെത്തേഡ് ഉപയോഗിച്ച് അവർ ദേശീയ ശരാശരി ഐക്യുവിൽ ഉയർന്ന സ്ഥാനത്ത് എത്തി. അതോടൊപ്പം മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ ദശകങ്ങളായി മേധാവിത്വം നിലനിർത്തുന്ന സ്വർണ്ണ മെഡലിന് അർഹരാവുകയും അതുവഴി ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വമ്പിച്ച പ്രാഥമിക അടിത്തറയും മുന്നേറ്റവും കാഴ്ചവെക്കുകയും ചെയ്തു. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ മൂലധനമായ മനുഷ്യ മസ്തിഷ്കമെന്നതിൻ്റെ എണ്ണത്തിലുള്ള സമ്പന്നത ചൈനയേക്കാൾ കൂടുതലാണ്. എന്നിട്ടും ഈ നേട്ടം നമുക്ക് നേടാൻ കഴിയാതിരുന്നത് ബോധന രീതികൾ കാലാനുസൃതമായി മാറ്റാത്തതും പ്രാചീന കാലം മുതൽ നിലനിന്നിരുന്ന ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സാധ്യതകൾ ഉപയോഗിക്കാതെ അവഗണിച്ചതുമാണ്. NCERTയുടെ വാർഷിക പഠന റിപ്പോർട്ട് അനുസരിച്ച് ഗണിതശാസ്ത്രത്തിൽ നിലവാര തകർച്ച മറ്റു മേഖലകളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇത് ഗണിതശാസ്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. കാലാനുസൃതമായ പുനർചിന്തനവും വ്യാഖ്യാനവും അനിവാര്യമാകുന്ന കാലഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ ബോധന രീതിയും പാശ്ചാത്യ അടിമത്ത ബോധവും മാറ്റിയില്ലെങ്കിൽ വൈജ്ഞാനിക വിപ്ലവത്തിൽ തകർന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യം ഭാഗമായേക്കാം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യുന്നതിനും സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ് ഗണിതശാസ്ത്ര വിദ്യാഭ്യാസത്തെ കോളനിവൽക്കരിക്കുക എന്നത്. വിദ്യാർത്ഥികളുടെ അവരുടെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് അകറ്റുന്ന കൊളോണിയൽ പൈതൃകങ്ങളാൽ രൂപപ്പെട്ട ആശയപരമായ ധാരണയേക്കാൾ യാന്ത്രിക പഠനത്തിന് മുൻഗണന നൽകുന്ന രീതിയിലാണ് ഏറെക്കാലമായി ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്നത്. പൗരവിദ്യാഭ്യാസത്തിൻ്റെ അവിഭാജ്യ ഘടകമായി ഗണിതത്തെ നിർവചിക്കുന്നതിലൂടെ അറിവുകൾ നിർമ്മിക്കുന്നതിനും സാർത്ഥകമായ പൗരത്വത്തിനും ജനാധിപത്യത്തിൻ്റെ സജീവമായ പങ്കാളിത്തത്തിനും അത്യന്താപേക്ഷിതമായ വിമർശനാത്മക ചിന്ത, പ്രശ്നപരിഹാരശേഷി, യുക്തിസഹമായ കഴിവുകൾ എന്നിവ നമുക്ക് പരിപോഷിപ്പിക്കാനാവും. അത്തരമൊരു സമീപനം ഗണിതശാസ്ത്ര ആശയങ്ങളെ യഥാർത്ഥ ജീവിത പ്രയോഗങ്ങളുമായി ബന്ധിപ്പിക്കുകയും വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തവും ഇടപഴകലും വളർത്തുകയും ചെയ്യുന്നു. സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതിലുള്ള ഒരു ഉപകരണമായി ഗണിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിൻ്റെ ബൗദ്ധിക ശേഷി വികസിപ്പിക്കുക മാത്രമല്ല, വിദ്യാഭ്യാസ അസമത്വങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. ഇന്ത്യയിൽ ഗണിതശാസ്ത്രം എങ്ങനെ പഠിപ്പിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നുവെന്നും പുനർവിചിന്തനം ചെയ്യാൻ നയരൂപകർത്താക്കൾ, അധ്യാപകർ, കമ്മ്യൂണിറ്റികൾ എന്നിവർ സഹകരിച്ച് ഈ പരിവർത്തന അജണ്ട
ഒരു ദേശീയ മുൻഗണനയായി മാറ്റേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അടുത്തതാണ് നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്. 1498 മെയ് 20 പുലർച്ചെ വാസ്കോഡ ഗാമ തൻ്റെ 2 പീരങ്കികൾ ഘടിപ്പിച്ച കപ്പലിൽ നിന്നും തുപ്പിയ അഗ്നിഗോളങ്ങൾ തകർത്തത് പ്രാദേശിക ഭരണങ്ങളുടെ അധികാരം മാത്രമല്ല, പരമ്പരാഗതമായി ഭാരതം ആർജിച്ചെടുത്ത ഗണിതാവബോധത്തിൻ്റെ പാരമ്പര്യവും ഔന്നിത്യവും നിലവാരവുമാണ്. അത് തിരിച്ചുപിടിക്കാൻ 1835 ഫെബ്രുവരി 2 തോമസ് ബാപ്റ്റിസ്റ്റ് മെക്കാളെ പ്രഭു ബ്രിട്ടീഷ് പാർലമെൻറ്റിന് സമർപ്പിച്ച മിനിറ്റ്സ് അനുസരിച്ച് നടപ്പാക്കിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ പ്രജാവിദ്യാഭ്യാസ രീതി, അവരുടെ പ്രജകൾക്ക് വേണ്ടിയുള്ള വിദ്യ, 1947 ആഗസ്റ്റ് 15 ലഭിച്ച ദേശീയ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ ജനകീയ ജനാധിപത്യ സർക്കാർ തുടരുന്ന വിദ്യാഭ്യാസ രീതിക്കോ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അപങ്കുരം താണുകൊണ്ടിരിക്കുന്നു. ഓരോ കുഞ്ഞിൻ്റെയും അമൂല്യവും അനന്യവും അന്തർലീനവുമായ ശേഷികൾ പരിപോഷിപ്പിക്കുന്നതിന് ആവണം സിലബസ്. ഓരോ കുഞ്ഞിൻ്റെയും സിലബസും ടെക്സ്റ്റ് ബുക്കുകളും പാഠങ്ങളും കുഞ്ഞിൻ്റെ സജീവ സാന്നിധ്യത്തിൽ തനതു ശേഷികൾക്കനുസരിച്ച് കുഞ്ഞോ ബന്ധപ്പെട്ടവരോ തയ്യാറാക്കണം. ശാസ്ത്ര സാങ്കേതിക IT മേഖലയിലുള്ള വികാസം അതിനായി ഉപയോഗിക്കാം. അതായിരിക്കണം ഓരോ കുഞ്ഞിൻ്റെയും മൗലിക ശേഷികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ടെസ്റ്റ് മോണുകളും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട. ഓരോ കുഞ്ഞിനും മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കും സിലബസും അല്ല വേണ്ടത്. ഓരോ കുഞ്ഞിൻ്റെയും തനതായ ശേഷികളും കഴിവുകളും മനസ്സിലാക്കി അതിനനുസരിച്ച് കുഞ്ഞ് തന്നെ ഉണ്ടാക്കുന്ന പാഠങ്ങൾ, അതായിരിക്കണം ആ കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ്. അതല്ലാതെ വലിയൊരു നീണ്ട പരീക്ഷ വെച്ച്, ഒരു പൊതു പരീക്ഷ വെച്ച് അത് കോപ്പി അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കുറേ മാർക്ക് കിട്ടിയാൽ അതൊരിക്കലും ആ കുഞ്ഞിൻ്റെ ശേഷികളെ അളക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതാണെങ്കിൽ ഒരു പ്രയാസമില്ല. അത് അധ്യാപകനെയും, അടുത്തതാണ് ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത്, അധ്യാപകനെയും വിദ്യാർത്ഥികളെയും ഉന്നതാധികാരികളിൽ നിന്നും മോചിപ്പിച്ച് സ്വതന്ത്രരാക്കുന്നതോടൊപ്പം അവരുടെ സമൂഹത്തോടുള്ള കടമകൾ വർദ്ധിക്കുന്നു എന്നത് ഉറപ്പുവരുത്തണം. അതിനുള്ള നീതിപൂർവവും മാന്യവുമായ പ്രതിഫലവും അതിനായുള്ള നിയമനിർമ്മാണങ്ങൾ വ്യക്തമായും കൃത്യമായും സ്പഷ്ടമായും സമൂഹം നടത്തണം. അതായത് അധ്യാപകൻ തൻ്റെ ലഭ്യമായ സമയം ജീവിതം തന്നെയും അർപ്പിക്കുന്നതിനുള്ള പ്രതിഫലം സാമൂഹ്യ അംഗീകാരവും സാമ്പത്തിക ഉന്നമനവും നിയമനിർമ്മാണത്തിലൂടെ ഭരണാധികളായ ജനകീയ സർക്കാർ ഉറപ്പുവരുത്തണം. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതല ഉറപ്പുവരുത്തിയ പോലെ തങ്ങളാക്കിയ ഗുരുക്കളെയും സംരക്ഷണം ബാധ്യതയാക്കുന്ന നിയമനിർമ്മാണം നടത്തണം. അതായത് ഇന്ന് നമ്മളൊരു കെണിയിലാണ്. അതായത് സ്വതന്ത്ര പരിസരത്ത് എങ്ങനെ സമൂഹത്തിൽ വികസിക്കണം, സമൂഹത്തിൽ നമ്മുടേതായ കടമകൾ നിർവഹിക്കണം എന്നാണ് വിദ്യാഭ്യാസം കൊണ്ട് പരിശീലിപ്പിക്കേണ്ടത്. പക്ഷേ സ്കൂളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു സാധനത്തെക്കുറിച്ച് ആലോചിക്കാനും കൂടിയും പറ്റില്ല. കുഞ്ഞിന് സ്വാതന്ത്ര്യമില്ല, അധ്യാപകന് സ്വാതന്ത്ര്യമില്ല, ഏടുമാഷക്ക് സ്വാതന്ത്ര്യമില്ല, AEOക്ക് സ്വാതന്ത്ര്യമില്ല, DEOക്ക് സ്വാതന്ത്ര്യമില്ല, DDക്ക് സ്വാതന്ത്ര്യമില്ല, എന്തിന് DPIക്കും ഒന്നും സ്വാതന്ത്ര്യമില്ല. അസ്വാതന്ത്ര്യത്തിൻ്റെ വിതരണത്തിൽ വളരെ കൃത്യമായും കണിശമായും ഭാഗവാക്കുക എന്നുള്ളതാണ് ഇതിലുള്ള ഓരോരുത്തർക്കുമുള്ള ജോലി. ഒരാളും സ്വതന്ത്രരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റി സ്വാതന്ത്ര്യം എന്നത് താഴേക്കടയിലേക്ക് വരണം. അത് കുഞ്ഞിനും അധ്യാപകനുമാണ് ആ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്. അയാളെങ്ങനെ പഠിപ്പിച്ചോട്ടെ, ഇനി പഠിപ്പിക്കാതിരുന്നോട്ടെ, പക്ഷേ കുഞ്ഞ് പഠിച്ചില്ലെങ്കിൽ അയാൾക്ക് ശമ്പളം കൊടുക്കണ്ട, അയാൾക്ക് പ്രതിഫലം കൊടുക്കരുത്. ഇനി പഠിക്കുകയാണെങ്കിലോ
കുഞ്ഞ് വലിയ നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അയാൾ നല്ലോണം ശ്രദ്ധിക്കും. അങ്ങനെയാണ് ഓരോ കുഞ്ഞിൻ്റെയും തനതായ ശേഷികളെ പരമാവധി വികസിപ്പിച്ച് അത് പരമാവധി സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ വളർത്തിയെടുക്കാനും വികസിപ്പിക്കാനുമുള്ള അനർഘമായ നിമിഷമാണ് വിദ്യാഭ്യാസ കാലം എന്ന് നാം ഓർക്കുന്നത് നല്ലതാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യ മസ്തിഷ്കം ഇന്ന് അളന്നു നോക്കിയാൽ നമുക്കാണുള്ളത്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കൂടെ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. ക്വാളിറ്റിയും കൂടി ഉണ്ടാക്കണമെങ്കിൽ അത് വിദ്യാഭ്യാസത്തിനേ കഴിയുള്ളൂ. ഇത്രയും അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഗണിത വിദ്യാഭ്യാസം അപകോളനീകരിക്കണം. അല്ലെങ്കിൽ കോളനികളുടെ താല്പര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. അസൂയ, അനുസരണം, യജമാനഭക്തി, യജമാന സംസ്കാരത്തിലുള്ള ഭയഭക്തി, അവൻ്റെ ഭാഷയോടുള്ള മഹത്വവൽക്കരണം എന്നതൊക്കെ ഒഴിവാക്കി നമ്മളെ സ്നേഹിക്കണം. നമ്മളെ സമൂഹത്തെ സ്നേഹിക്കുന്ന, നമ്മളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചെടി എങ്ങനെയാണോ ആ മണ്ണിൽ നിന്ന് വളരണം, അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നു വരണം. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ മാറ്റമാണ് നമ്മൾ ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് തന്നെയാണ് നമ്മൾ ഗണിതശാസ്ത്ര ബോധനത്തിൻ്റെ അപകോളനീകരണം, ദ ഡീകോളനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ് എന്ന വിഷയത്തിൽ നമ്മൾ ഒരു സെമിനാർ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നതോടൊപ്പം തന്നെ നടത്തുന്നുണ്ട്. അതിന് എല്ലാവരും വരണം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിയുന്നവരൊക്കെ വരിക. നാളെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉണ്ടാവും. അത് തിരൂർക്കാട് ജംഗ്ഷനിൽ നിന്ന് മലപ്പുറം റോഡിൽ 1 ഫർലോങ് 200 മീറ്റർ പോയാൽ ഇടതു ഭാഗത്തായിട്ട് വിജയൻ സ്മാരക വായനശാലയ്ക്ക് മുകളിലാണ് ഈ വിനോദഗണിത കേന്ദ്രം. പക്ഷെ താഴത്ത് ഒരുക്കിയ സ്ഥലത്ത് വെച്ചിട്ട് ഈ പരിപാടി നടക്കും. മാത്രമല്ല കുട്ടികൾക്ക് ഈ മാത്തമാറ്റിക്കൽ ടോയ്സിൻ്റെ ഒരു എക്സിബിഷനും അവിടെ വയ്ക്കുന്നുണ്ട്. ആ എക്സിബിഷനും നിങ്ങൾക്ക് കാണാം. ഈ പുസ്തകങ്ങളും അവിടുന്ന് കിട്ടുന്നതാണ്. ആ ടോയ്സ് കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടോയ്സിൻ്റെ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ കൊണ്ടുവന്ന് തരാൻ, പ്രത്യേകിച്ച് 1 ആഴ്ചക്കുള്ളിൽ കൊണ്ടുവന്ന് തരാൻ ശ്രമിക്കുന്നതാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. കഴിയുന്നത്ര ഈ ഗണിതത്തിൽ താല്പര്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക.